ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ക്ലാസ്സിലാണ് അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ നമ്മൾ ഒരുവിധം തിയറും ഡെഫിനിഷൻസും ഒക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഐസോമോർഫിസം തിയർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ തിയർ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. പിന്നെ കുറച്ച് സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തനിയെ പ്രൂവ് ചെയ്യാനുള്ളതുള്ളൂ. ഈ സ്റ്റെപ്പുകൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാര്യം മനസ്സിലാവും. സോ ഫസ്റ്റ് ഐസോമോർഫിസം തിയർ എന്ന് പറയുന്നത് ലെറ്റ് സൈ എന്ന് പറയുന്നത് G tends to HP ഗ്രൂപ്പ് ഓഫ് ഹോമോമോർഫിസം. H എന്ന് പറയുന്നത് എപ്പോഴും ഹോമോമോർഫിസം ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ then kernel psi is a normal subgroup of G, Im psi is a subgroup of G by kernel psi approximately Im psi എന്നാണ് തിയറം പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 നമ്മൾ പ്രൂഫിൽ ചെയ്യുന്നത് ഡിഫൈൻ മാപ്പ് psi G by kernel psi tends to Im psi അങ്ങനെ ഡിഫൈൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ psi of G kernel psi equal to psi of G. ഈ kernel psi psi of G ആയിട്ട് തെളിയിക്കണം ഫോർ ഓൾ G in G. എല്ലാ ജിയും സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ജിയിലായിട്ട് പ്രൂവ് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 2 ഷോ ദാറ്റ് psi is well defined. നമ്മൾ psi well defined ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് G kernel psi is equal to H kernel psi അങ്ങനെയാണെങ്കിൽ then G raised to -1 H belongs to kernel psi ആയിരിക്കും. സോ psi G raised to -1 H is equal to ഈ ലോവർ ബൗണ്ട് H എന്ന് നമ്മൾ ഇതാകണം. അതെന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. സോ ഇൻ Hൽ അതുകൊണ്ട് therefore psi of G എന്ന് പറയുന്നത് psi of H and psi is well defined ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് നോക്കാൻ പോവാണ്. നമുക്ക് സ്റ്റെപ്പ് 4 നോക്കാം. സ്റ്റെപ്പ് 3 നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഷോ ദാറ്റ് psi is a homomorphism. നമുക്ക് psi എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആയിട്ടാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ GHBN ക്യാപിറ്റൽ ലെറ്റർ ജിയിലായിട്ട് രണ്ട് ഇതായിട്ട് എടുക്കാം. ദെൻ psi of G of kernel psi of G kernel psi H kernel H kernel psi is equal to psi of GH kernel psi ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് is equal to psi of GH is equal to psi of G psi H that will be equal to psi of G kernel psi H kernel psi എന്ന് വരും. അങ്ങനെ നമ്മൾ തേർഡ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ അതൊരു ഹോമോമോർഫിസം ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്റ്റെപ്പ് 4 നമ്മൾ 1 to 1 ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. സപ്പോസ് സ്റ്റെപ്പ് 4 ഷോ ദാറ്റ് psi is 1 to 1. അപ്പോൾ സപ്പോസ് psi of G of kernel psi എന്ന് പറയുന്നത് psi of H of kernel psi ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ then psi of G എന്ന് പറയുന്നത് psi of H ആയിരിക്കുമല്ലോ. സോ G raised to -1 H belongs to kernel psi ആയിരിക്കും. ആൻഡ് G of kernel psi എന്ന് പറയുന്നത് is will be equal to H kernel psi ആയിരിക്കും. നമ്മൾ സ്റ്റെപ്പ് 5 നോക്കാൻ പോവാണ്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഷോ ദാറ്റ് psi is on to. നമ്മൾ നേരത്തെ 1 ആണ് നമ്മൾ 4th തെളിയിച്ചു. നമുക്ക് on to ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ലെറ്റ് y be in Im psi then there exists x in G such that ഇങ്ങനെ therefore ആണ് exist in G such that let psi of x എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ട് എടുത്തു. അതുകൊണ്ട് therefore psi of x kernel psi എന്ന് പറയുന്നത് is equal to psi of x ആണ് is equal to y ആണ്. ആൻഡ് psi എന്ന് പറയുന്നത് on to ആണ് നമ്മൾ എളുപ്പമായിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കണം. കൺക്ലൂഡ് ദാറ്റ് G by kernel psi എന്ന് പറയുന്നത് will be equal to Im psi ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ since psi is well defined ആണെന്ന് നമുക്കറിയാം, on to ആണ് 1 ആണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇറ്റ് is an isomorphism ആണെന്ന് നമ്മൾ ഫൈനലി നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ therefore G of kernel psi എന്ന് പറയുന്നത് will be equal to Im psi നീട്ടി hence the proof. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിയറം ഇനി സ്പെഷ്യൽ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് ഇടാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.